എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് തന്നെയാണ്. അതായത് സബ്സ്ക്രൈബർ ചോദിച്ചത് ജോലി കിട്ടി, ലൈസൻസ് ആക്ടിവേഷൻ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൺസ് നമുക്കൊരു ജോലി എവിടെയെങ്കിലും സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇന്റർവ്യൂവിന് പോകുന്നു, അവർ നമ്മളെ അറിയിക്കുന്നു, ഓക്കെ നിങ്ങൾ സെലക്ടഡ് ആണെന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഓഫർ ലെറ്റർ അയക്കുന്നു. ആ ഒരു ഓഫറിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഡ്യൂട്ടി അവേഴ്സ്, ആനുവൽ ലീവ്, അതുപോലെ തന്നെ സാലറി, എല്ലാ കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് അതിനകത്ത് സ്പെസിഫിക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് എഗ്രി ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നു. അതിനുശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം അയച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്നു. ഡോക്യുമെന്റ്സ് അയച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ആക്ടിവേഷൻ ആണ്. അപ്പൊ ലൈസൻസ് ആക്ടിവേഷൻ ആക്കിയതിനു ശേഷം പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ആക്ടിവേഷൻ ആക്കാനായിട്ട് ഒരു കോസ്റ്റും പേയ്മെന്റ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങരുത് എന്നാണ് ആസ് പെർ ദ ലേബർ ലോ അനുസരിച്ചിട്ട്. പക്ഷെ ചില കമ്പനി അല്ലെങ്കിൽ ചില ഹോം കെയറുകളൊക്കെ അവർ പൈസ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000 dirhams ആണ് വരുന്നത് ഒരു ലൈസൻസ് ആക്ടിവേഷൻ ആക്കാനായിട്ട് അവരുടെ അണ്ടറിൽ കേട്ടോ. അപ്പൊ ചില എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ആ സ്ഥാപനങ്ങൾ വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ സാലറിന്ന് ഡിഡക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഡിപ്പെൻഡ് ഓൺ നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ആസ് യൂഷ്വൽ നമ്മുടെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വിസ കോസ്റ്റോ അതുപോലെ ലൈസൻസ് ആക്ടിവേഷനോ ട്രെയിനിങ്ങിന്റെ കോസ്റ്റോ ഒന്നും ഈടാക്കരുതെന്നാണ് ആസ് പെർ ദ ലേബർ ലോ അനുസരിച്ചിട്ട്. പക്ഷെ ചിലയിടത്ത് അത് പറഞ്ഞ് മേടിക്കാറുണ്ട്, എനിക്കറിയില്ല അവരെന്താ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ വൺസ് ലൈസൻസ് ആക്ടിവേഷൻ ആക്കിയതിന് ശേഷം പിന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ പ്രോസസ്സിങ്ങും അതുപോലെ മെഡിക്കൽ ടെസ്റ്റ്, എമിറേറ്റ്സ് ഐ ഡി, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ വൺസ് നമുക്കിപ്പോ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ ഒബിയസ്ലി അത് തീരാറാവണതിന് മുന്നേ ആയിട്ട് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസ് ഇല്ല. അല്ല, നമുക്ക് ഓൾറെഡി റെസിഡന്റ് വിസ ആണെങ്കിൽ നമ്മൾ അത് ക്യാൻസൽ ചെയ്യണം. ആ ഒരു ക്യാൻസൽ ചെയ്ത പേപ്പറും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് പുതിയ വിസ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിസ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്നത് മെഡിക്കലാണ്. അപ്പോൾ ക്ലയന്റ് എന്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കലിൽ എന്തൊക്കെ വരും എന്നുള്ളത്. മെഡിക്കലിൽ നോർമലി വരുന്നത് HIV ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസിന്റെ ടെസ്റ്റും സിഫിലിസിന്റെ ടെസ്റ്റും അതുപോലെ ട്യൂബർക്ലോസിന്റെ എക്സ്റേ, അതിന് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള എക്സ്റേ ടെസ്റ്റും, ഇത്രയാണ് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ആണ് വരുന്നത്. അത് നമുക്ക് എവിടെയാണോ, അതായത് എവിടെയാണോ ഈ ഒരു സ്ഥാപനത്തിൽ ഉള്ള ആൾക്കാർ എവിടെയാണോ എടുക്കുന്നത് ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ പോകുന്നു. നമുക്ക് അതിനൊരു അപ്ലൈ ചെയ്തതിന്റെ ഒരു എവിഡൻസ് ഉണ്ടാവും. ആ പേപ്പറായിട്ട് നമ്മൾ പോകുന്നു വിത്ത് പാസ്പോർട്ട്. അവർ നമ്മുടെ ഇത് കാണിക്കുന്നു, പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു, എക്സ്റേ എടുക്കുന്നു, ബ്ലഡ് എടുക്കുന്നു, ഇത്രേ ഉള്ളൂ, ഫിനിഷ് ആയി, മെഡിക്കൽ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എമിറേറ്റ്സ് ഐ ഡിയും സ്റ്റാമ്പിങ്ങും എല്ലാം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ മുന്നത്തെ പോലെ ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, ഏത് അഡ്രസ്സാണോ കൊടുത്തെങ്കിൽ അതിലേക്ക് വരും. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ പാസ്പോർട്ടിൽ സ്റ്റാമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാസ്പോർട്ട് നമ്മൾ എവിടെയും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അതാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ മെഡിക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വിസ കിട്ടുന്നു. അപ്പോൾ ആ ഒരു ഈ വിസയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. വിത്തിൻ 3 months ഉള്ളിൽ നമ്മൾ റെസിഡൻസ് വിസയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയാൽ മതി. അപ്പൊ അത് ഇവർ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നതും എങ്ങനെയൊക്കെ കാര്യങ്ങൾ, പൈസ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താവും, പെട്ടെന്ന് തന്നെ ശരിയാവും. ചിലവർക്ക് ആ 3 months വരെ സമയം എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുന്ന ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ക്ലിനിക് ബേസ് ആയി ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൺസ് നമ്മളിപ്പോൾ ആ ലൈസൻസ് ആക്ടിവേഷൻ ആയ ശേഷം മെഡിക്കലിൽ ചെയ്യുന്നതും അതിനുശേഷം സ്റ്റാമ്പിങ് കാര്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ കേട്ടോ. വൺസ് നമുക്ക് എപ്പോഴും 2 year വിസ ആയിരിക്കും അടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 2 year വിസയിൽ കോൺട്രാക്ട് കാര്യങ്ങൾ, ലേബർ കോൺട്രാക്ട് ഒക്കെ ആക്റ്റീവ് ആണ്. അപ്പൊ ലേബറിൽ, അതായത് വൺസ് മെഡിക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ കോൺട്രാക്ട് ആണ്. അത് നമുക്ക് ഗവൺമെന്റ് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു ലേബർ കോൺട്രാക്റ്റാണ്. അപ്പൊ അത് 2 പാർട്ടികളും സൈൻ ചെയ്യണം, അതായത് എംപ്ലോയും എംപ്ലോയറും സൈൻ ചെയ്യണം. അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഈ ഇടയ്ക്ക് എനിക്കൊരു സബ്സ്ക്രൈബർ ആ ഒരു എംപ്ലോയി കോൺട്രാക്ട് എനിക്ക് ലേബർ കോൺട്രാക്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആർട്ടിക്കിൾ 2 ആ ഒരു കുട്ടിയുടെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ കോസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു 10,000 അറൗണ്ട് ആ ഒരു എമൗണ്ട്, അതുപോലെ തന്നെ 2 yearന്റെ മുന്നേ വിസ 2 year കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് പോണെങ്കിൽ വേറെ സെയിം, അതിപ്പോ ഹോം കെയർ ആണെങ്കിൽ സെയിം ഒരു ഹോം കെയറിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് 2 year പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അണ്ടറിൽ അതിൽ എഴുതിയിട്ടുണ്ട് ആസ് പെർ ദ ലേബർ ലോ അനുസരിച്ചിട്ട് എങ്ങനെയാണോ അതിൽ. അപ്പൊ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലുള്ള ഡ്യൂട്ടി അവേഴ്സ് അല്ല, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് എക്സ്ട്രാ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സാലറി കറക്റ്റ് പറഞ്ഞ പോലെ പേയ്മെന്റ് ചെയ്യുന്നില്ല,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, നമുക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ഡിഫിക്കൾട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഹാംഫുൾ ആയിട്ടുള്ള അങ്ങനെ എനിക്ക് കുറെ ഒരു സബ്സ്ക്രൈബേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോം കെയറിൽ ജോലിക്ക് പോയിട്ട് സൈക്കാട്രി പേഷ്യൻസിനെ എടുത്തിട്ട് അവരുടെ ഹെൽത്തിനും ജീവനും തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു. എന്നിട്ട് ആ കൺസേൺ ആയിട്ടുള്ള കമ്പനിന്നോ ഇതിന്നോ ഒരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ശരിക്കും അതൊക്കെ ഇല്ലീഗലാണ്. അതൊക്കെ ഇല്ലീഗലാണ്. ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നെങ്കിൽ അവരുടെ സേഫ്റ്റിയും കൂടിയും ആ ഒരു സ്ഥാപനം ഏറ്റെടുക്കേണ്ടതാണ്. ഒരു സേഫ്റ്റി ഇല്ലാത്തടത്തൊക്കെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും? അപ്പൊ അങ്ങനെ ഡിഫിക്കൽട്ടായി ലേബർ ത്രൂ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ വാല്യുബിൾ ആയിട്ടുള്ള റീസണും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റെസിഗ്നേഷൻ വെക്കാം. അതിപ്പോ നിങ്ങളിപ്പോ പ്രൊബേഷണൽ പീരീഡ് ആണോ, അല്ലെങ്കിൽ 2 ഇയർ കംപ്ലീറ്റ് ഇല്ലല്ലോ, 1 ഇയർ ആണ്, അല്ലെങ്കിൽ അവർ 10,000 പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ വിസ കോസ്റ്റ് പേയ്മെന്റ് ചെയ്യാം, അതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നമുക്ക് പറഞ്ഞ പോലെ അല്ല, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ പേയ്മെന്റ് കിട്ടിയില്ല, നമുക്ക് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഈ ഒക്കെ റീസണുകൾ കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ എയിം ചെയ്തിട്ട് എന്ത് ചെയ്യാം, റെസിഗ്നേഷൻ പ്രോപ്പർ ആയിട്ട് വെക്കാം. പ്രോപ്പർ ആയിട്ട് എത്രയാണോ അതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസിഗ്നേഷൻ പീരീഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. റെസിഗ്നേഷൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റെസിഗ്നേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, എത്രയാണോ ഒരു റെസിഗ്നേഷൻ പീരീഡ്, ചില സ്ഥലത്ത് ഇപ്പോൾ 1 മന്ത് ആയിരിക്കും, ചില സ്ഥലത്ത് 3 മന്ത് ആയിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താക്കുക, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വെച്ചതിന് ശേഷം അവർ അക്സെപ്റ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കോ അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു റെസിഗ്നേഷൻ അവർക്ക് സബ്മിറ്റ് ചെയ്യുക. ഏതാണോ പേഴ്സൺ എങ്കിൽ HR മാനേജറോ ഏതാണോ കൺസേൺ പേഴ്സൺ അയക്കുക. CC ആർക്കെങ്കിലും വെക്കണമെങ്കിൽ അതും വെച്ചിട്ട് നിങ്ങൾ വെക്കുക. ആ ഒരു റെസിഗ്നേഷൻ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് വിസ ക്യാൻസലേഷൻ ചെയ്ത് തരുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈസൻസ് ക്യാൻസലേഷൻ ചെയ്ത് തരുന്നത്, എല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു ദർഹംസ് പോലും വാങ്ങാനായിട്ടുള്ള ഒരു അർഹത അവർക്കില്ല. ആസ് പെർ ദ ലേബർ റൂൾ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലേബർ ത്രൂ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ ത്രൂ നമുക്ക് അതിന്റെ ഒരു അഡ്വൈസ് എടുത്തിട്ട് അത് ത്രൂ നമുക്ക് ഉറപ്പായിട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ലേബറിൽ നിന്ന് തന്നെ നമുക്ക് ക്യാൻസലേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും ചെയ്യും കേട്ടോ. അപ്പൊ ആരെങ്കിലും ഇതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ട്, അതായത് പറഞ്ഞ പോലത്തെ ജോലിയല്ല, അല്ലെങ്കിൽ റിസ്ക് പിടിച്ച ജോലികൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും ഒട്ടും പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റെസിഗ്നേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേബറിൽ അവർ ഇപ്പോൾ വിത്തിൻ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പോകാം. വൺസ് ലേബറിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഓരോ ഘട്ടം അതായത് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം കടിപിടി എന്ന് പറഞ്ഞ് കിട്ടൂല. അതിനൊക്കെ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. അവരും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് വാണിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. എന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലാണ് അങ്ങനെ ത്രൂ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലേബർ കേസ് പ്രോസസ്സിങ്ങിലായിരിക്കുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവരും ചിലപ്പോൾ അവർ എംപ്ലോയിക്കെതിരെയും കംപ്ലൈന്റ് കൊടുക്കും. ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ബിഹേവിയർ ശരിയല്ല, അല്ലെങ്കിൽ കറക്റ്റ് അല്ലായിരുന്നു ഡ്യൂട്ടി അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവരും നമ്മളെ ഇതാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കേസ് നീണ്ടുപോകും. അപ്പൊ നമുക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമ്പോൾ ലിറ്റിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യാനോ കാര്യങ്ങളോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴും ലൈസൻസും കാര്യങ്ങളും ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണോ അതൊക്കെ എടുത്തിട്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് വേറൊരു കമ്പനിയിൽ കയറി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി നമുക്ക് ലൈസൻസും നമ്മുടെ വിസയും കാര്യങ്ങളും ഒക്കെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ലേബറിൽ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ടച്ച് അവരായിട്ട് ടച്ച് വിടാണ്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടിയെങ്കിൽ അത് അവരെ അറിയിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാനാ പറഞ്ഞത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ അവർ അഡ്വൈസ് ചെയ്യും. നിങ്ങൾ ലേബറിൽ വിളിച്ചതാക്കാൻ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഒരു ജോലിക്ക് കയറിയതിന് ശേഷം നമ്മുടെ ഒരു ലൈസൻസ് ആക്ടിവേഷൻ ആക്കിയതിന് ശേഷമുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ. പിന്നെ അല്ലാണ്ട് തന്നെ ഞാനൊരു ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മന്തിൽ എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഫേസ്ബുക്ക് പേജിലും കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഇഷ്യൂസും ഇല്ല. അല്ല, നമ്മളിപ്പോൾ ചിലവരുണ്ട്, അതായത് പോയിട്ട് ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ടൊക്കെ ആണെങ്കിലും അവരത് എന്താക്കുന്നുണ്ട്, വേണ്ടാന്നൊക്കെ വെക്കുന്നുണ്ട്. വാല്യുബിൾ ആയിട്ടുള്ള റീസണോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് തിരിച്ച് നമുക്കും വരാൻ ചാൻസ് വളരെയേറെ കൂടുതലാണ്. പിന്നെ നമ്മൾ അതിന്റെ പുറകെ കിടന്ന് കുറെ അലയേണ്ടി വരും. പിന്നെ വിസ ക്യാൻസലേഷൻ കാര്യങ്ങൾ ചിലപ്പോൾ അവർ ബാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ എപ്പോഴും ഒരു ലേബറിലെ സജഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളായിട്ട് ഓണായിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു
എവിഡൻസ് കീപ്പ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൽ ത്രൂ അവരെ എന്ത് ചെയ്യുക, അറിയിക്കുക. ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കിത് പറ്റുന്നില്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഉണ്ടായ ഇഷ്യൂസ് എങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, മെയിൽ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയാം നമ്മൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ ഓൾറെഡി നമ്മൾ അറിയിച്ചു ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല, എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഇല്ലെങ്കിൽ അതും കൂടി ഒരു എവിഡൻസ് ആയിട്ട് നമുക്കൊരു നല്ല സ്ട്രോങ് എവിഡൻസ് ആയിട്ട് നമുക്ക് വൺസ് നമ്മളിപ്പോ ലേബർ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു മെയിൻ എവിഡൻസ് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അതിലും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.